ക്രൂശ് ദൈവത്തിൻ്റെ മഹത്തായ ദാനം. യോഹന്നാൻ 3:16. ദൈവം ലോകത്തെ ഇങ്ങനെ സ്നേഹിച്ചു, അവൻ തൻ്റെ ഏകജാതനായ പുത്രനെ തന്നു. ക്രൂശ് വെറും 2 മരകഷ്ണങ്ങളല്ല, അത് ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ പ്രതീകമാണ്. എന്തുകൊണ്ട്? കാരണം ആ ക്രൂശിൽ യേശു നമുക്ക് വേണ്ടി തൻ്റെ ജീവൻ കൊടുത്തു. നമ്മുടെ പാപങ്ങളും ലജ്ജയും ശിക്ഷയും എല്ലാം അവൻ വഹിച്ചു നമ്മെ ക്ഷമിക്കുകയും ദൈവത്തോട് ചേർക്കുകയും ചെയ്യാനായി. ലോകത്തിനു വേണ്ടി നോക്കുമ്പോൾ ക്രൂശ് തോൽവി പോലെ തോന്നി. യേശുവിനെ പരിഹസിച്ചു, അടിച്ചു, ക്രൂശിക്കപ്പെട്ടു. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ക്രൂശ് വിജയമായിരുന്നു. കാരണം തൻ്റെ യാഗത്തിലൂടെ അവൻ മരണത്തെ ജയിച്ചു. വിശ്വസിക്കുന്ന ഏവർക്കും നിത്യജീവൻ നൽകുകയും ചെയ്തു. നമ്മൾ ക്രൂശിനെ നോക്കുമ്പോൾ വെറും വേദന മാത്രമല്ല കാണുന്നത്, സ്നേഹം, ക്ഷമ, പ്രത്യാശ കാണുന്നു. നമ്മൾ ആരായാലും എന്ത് ചെയ്താലും ദൈവത്തിൻ്റെ കൈകൾ നമ്മെ സ്വീകരിക്കാൻ തുറന്നിരിക്കുന്നുവെന്ന് അത് ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് നിങ്ങൾ ഇതുവരെ ഈ മഹത്തായ ദാനത്തെ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സ്വീകരിക്കാം. മനസ്സ് തുറന്ന് ഇങ്ങനെ പറയൂ: കർത്താവായ യേശുവേ, നീ എനിക്ക് വേണ്ടി മരിച്ചതിൽ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ നിന്റെ ക്ഷമയും നിത്യജീവനും സ്വീകരിക്കുന്നു. എൻ്റെ ഹൃദയത്തിലേക്ക് വരികയും എൻ്റെ രക്ഷകനാകുകയും ചെയ്യണമേ. അതാണ് ക്രൂശിൻ്റെ ശക്തി, ശാശ്വതമായി രക്ഷിക്കുന്ന സ്നേഹം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.